നല്ല ചൂട് കോഴിക്കറിയും കൂട്ടി കഴിക്കാൻ ഇതിലും നല്ലൊരു പത്തിരി വേറെയില്ല. അതാണ് നമ്മുടെ മലബാർ സ്പെഷ്യൽ നൈസ് പത്തിരി. എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. നല്ല കോഴിക്കറിയും കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെക്കാം, ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. പത്തിരി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം എടുത്താൽ അതിലേക്ക് 1.5 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ എടുക്കാറുള്ളത് വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് വറുത്തെടുക്കുന്ന പൊടിയാണിത്. കുറേ കാലം കേടുകൂടാതെ ഇരിക്കും കേട്ടോ ഈ പൊടി. നമ്മുടെ രാവിലത്തെ സ്ഥിരമായിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ആ പൊടി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കയ്ൽക്കണ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ മിക്സാക്കി എടുക്കുക. കുറച്ച് സമയം വേണം കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊടി നന്നായിട്ട് വാടി കിട്ടണം. ഒരു 2 മിനിറ്റ് ആ ചെറിയ തീയിലൊന്ന് അതവിടെ അങ്ങനെ വെച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ കുഴച്ചെടുക്കുക. എല്ലാ സ്ഥലത്തും നൈസ് പത്തിരി ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണൂർ ഭാഗത്തൊക്കെ ഒറോട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് നമുക്കും അറിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു നൈസ് പത്തിരിയാണ് ഉണ്ടാക്കാറ്. ഇത് വെച്ച് നമ്മൾ കട്ടിപ്പത്തിരിയായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനി ഇതാ നമ്മൾ വാട്ടിയെടുത്ത പത്തിരിപ്പൊടി ഒരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തട്ടിലോ കൗണ്ടർ ടോപ്പിലോ എവിടെ വെച്ച് വേണേലും കുഴച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. തണുക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. എന്നാലേ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടുള്ളൂ. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നല്ല പാകത്തിനുള്ള മയത്തിലായി വരും. അങ്ങനെ നമ്മൾ ഏകദേശം ഇങ്ങനെ കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എണ്ണ തടവുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉരുളയാക്കി എടുക്കുന്ന സമയത്തും അതുപോലെ പരത്തുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതെ. എണ്ണ കയ്യിലാക്കിയതിന് ശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ കുറേശ്ശെ മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി. ഓവറായിട്ട് വലുതാവേണ്ട, പറ്റ ചെറുതുമാവേണ്ട, ഈ ഒരു മീഡിയം സൈസിലുള്ള ബോൾസാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മളിത് വീഡിയോയിൽ കാണുമ്പോൾ കുറേ നേരം ഉള്ളതുപോലെ തോന്നും. ആകെ ഒരു 15 മിനിറ്റ് മാത്രം മതി കേട്ടോ നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുക. കണ്ടോ, നല്ല നൈസായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പത്തിരി ചുടാൻ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആർക്കും ബിഗിനേഴ്സിന് വരെ ഉണ്ടാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നോമ്പ് കാലത്തൊക്കെ നമ്മൾ കൂടുതലും ഈ പത്തിരിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പത്തിരി ചുടുന്ന പാൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു 5-6 പത്തിരി വെച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കേട്ടോ മറിച്ചിടേണ്ടത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഇട്ട പാടെ തന്നെ മറിച്ചിടണം. ഇത് കുറച്ച് സമയം വെച്ചിട്ടാണ് മറിച്ചിടേണ്ടത്. ഒരു ഭാഗം മറിച്ചിട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വേണം പിന്നെ ഒന്നുകൂടെ തിരിച്ചിടുമ്പോഴാണ് കേട്ടോ ഇത് പൊള്ളി വരിക. എല്ലാം നല്ല പൊള്ളച്ച് വരും. കണ്ടില്ലേ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ചട്ടകം കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം വേഗം പൊള്ളി വരും. അപ്പം നമ്മളിതാ മുഴുവനായിട്ടും പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പൊള്ളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ലെയറായി കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല കോഴിക്കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നമ്മളെ നാട്ടിലൊക്കെ പുതിയാപ്പിളമാരൊക്കെ സൽക്കാരത്തിനൊക്കെ വരില്ലേ, ആ സമയത്തൊക്കെ ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയിട്ട് നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ, നല്ല 1-ാം പാലില്ലേ, ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ പത്തിരിയിൽ ഇങ്ങോട്ട് കുതിർക്കൂട്ടോ. എന്നിട്ട് അതിന്റെ മുകളിൽ കോഴിക്കറിയും കൂട്ടിയാണ് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു തവണ കഴിച്ചാൽ നമുക്ക് ആ രുചി വായിന്ന് പോവില്ല. ഇത് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര ടേസ്റ്റാണ്. പത്തിരിയും കോഴിക്കറിയും എന്നുള്ളത് എക്കാലത്തെയും താരമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.